കളക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിലെ കളക്ഷൻ സെൻ്ററിൽ നിന്ന് വയനാട്ടിലെ ആൾക്കാരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ സ്വീകരിക്കാൻ കൊച്ചിയിലെ കളക്ഷൻ സെൻ്ററിൽ നിന്ന് കീർത്തി ചേരുന്നു. കീർത്തി, എങ്ങനെയാണ് അവിടേക്ക് സഹായ പ്രവാഹമാണോ? എങ്ങനെയാണ് ആ ഒരു കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം? ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ടൗൺ ഹാളിലാണ്. വയനാട്ടിലെ ദുരന്തത്തിൽ അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്കായി അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങളൊക്കെ എറണാകുളം ജില്ലയിൽ നിന്നും അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ സംഭരിക്കുന്ന സ്ഥലത്താണ്, കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ കളക്ഷൻ സെൻറ്റർ ആരംഭിച്ചത്. എറണാകുളം ടൗൺ ഹാളിൽ, എറണാകുളം ജില്ലയിൽ ആദ്യം തന്നെ കളക്ഷൻ സെൻറ്റർ ആരംഭിച്ചത് ഇവിടെ ടൗൺ ഹാളിലാണ്. ആ ഒരു സമയത്ത് തന്നെ നിരവധി ആളുകൾ അവർക്ക് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവരെ സഹായിക്കുന്ന നമുക്ക് സാധിക്കുന്നത് എന്താണോ അവർക്ക് സാധിക്കുന്ന തരത്തിൽ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുക അത്തരം സഹായങ്ങളൊക്കെയാണ്, അത്തരം സംഭാവനകളൊക്കെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അവിടെയുള്ളവർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ, കുട്ടികൾക്ക് വേണ്ട വലിയ തണുപ്പൊക്കെ അനുഭവിക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അവർക്ക് വേണ്ട സോക്സ്, തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ട കമ്പിളി പുതപ്പുകൾ, അത്തരം അവശ്യ സാധനങ്ങളൊക്കെയാണ് ഇവർ ശേഖരിക്കുന്നത്. ഒപ്പം തന്നെ സാനിറ്ററി പാഡ്, കുടിവെള്ളം, അങ്ങനെ മറ്റ് അവശ്യ വസ്തുക്കൾ, അവർക്ക് കഴിക്കാൻ വേണ്ട ബിസ്ക്കറ്റുകൾ, ഒപ്പം തന്നെ പേസ്റ്റ്, ബ്രഷ്, അവർക്ക് വേണ്ട ഡെറ്റോള്, അങ്ങനെ തുടങ്ങിയ അവശ്യ വസ്തുക്കൾ. ഇത്തരം ശേഖരണങ്ങളും ഇത്തരം സംഭാവനകളൊക്കെ നമ്മൾ പ്രളയ സമയത്ത് കണ്ടതാണ്. ഇതിനു മുൻപ് ഉരുൾപൊട്ടലും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്ന സമയത്ത് ഇത്തരം സംഭാവനകൾ കണ്ടതാണ്. നിരവധി ആളുകൾ അവർക്ക് സാധിക്കുന്ന വിധത്തിലൊക്കെ തന്നെ സംഭാവനകൾ നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കില എംപ്ലോയീസ് യൂണിയൻ അവരാണ് ഇത്തരം ശേഖരണം ഇവിടെ നടത്തുന്നത്. അതിലൊരു ജീവനക്കാരൻ നമുക്കൊപ്പം ഇപ്പോൾ ഉണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങൾ? ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നല്ല രീതിയിലുള്ളൊരു റെസ്പോണ്ട് ജനങ്ങളിൽ നിന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും ഇതിലേക്ക് പങ്കാളികളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടും അങ്ങോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തതുകൊണ്ടും മാത്രമാണ് അവരിപ്പോൾ നമ്മളെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ എറണാകുളം ജില്ലയിൽ 6 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിളിച്ചു നമ്മളോട് പറഞ്ഞത് ഞായറാഴ്ച ദിവസമാണെങ്കിൽ പോലും ഞങ്ങൾ രാത്രി 12 മണിക്ക് മുൻപ് എന്തായാലും ഞങ്ങൾ അവിടെ എത്തും. പലരും ഇന്നലെ രാത്രി 1 മണിക്ക് വരെയും ഇവിടെ സാധനങ്ങൾ എത്തിച്ചവരുണ്ട്. കുറേ അവർ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി ഇവിടെ ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ കുടിവെള്ളം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഇന്നലെ രാത്രി ഞായറാഴ്ച ദിവസം കടകൾ അവധിയാണെങ്കിൽ പോലും അവർ ഏതൊക്കെയോ കടകളിൽ ചെന്ന് അവരോട് സംസാരിച്ച് കടകൾ തുറന്നു വരെയും സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇന്ന് വൈകുന്നേരം തന്നെ ഇവിടുന്ന് വണ്ടി വിടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിത് ഇന്ന് കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇവിടുന്ന് മാക്സിമം ഒരു വണ്ടിയിൽ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ പല സെൻറ്ററുകളിൽ നിന്നാണെങ്കിൽ പോലും ഒരൊറ്റ വണ്ടിയിൽ തന്നെ വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വെഹിക്കിൾ വണ്ടി ഓടിക്കുന്നവർ തന്നെ ഒരുപാട് പേര് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടി വിട്ടുതരാം, നിങ്ങൾ പോകണം, അവിടെ എത്തിക്കണം, സാധനങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിക്കണം. ഇപ്പോൾ ഇന്നലെ ഒരു ട്രാവലർ ഓടിക്കുന്ന ഒരു ചേട്ടൻ ഇന്നലെ രാത്രിയിൽ ഒരു 11 മണിയായപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം പുള്ളി പറഞ്ഞത് എൻ്റെ വണ്ടിയുടെ സീറ്റെല്ലാം ഞാൻ ഊരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് എങ്ങനെയെങ്കിലും നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഈ സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ എത്തിക്കണം, അവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും. അതുപോലുള്ള സാധാരണ ജനങ്ങളെല്ലാവരും ഇതിലേക്ക് പങ്കാളികളാവാൻ ശ്രമിക്കും. ഈ വെള്ളം എത്തിക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ട്